എല്ലാത്തിനും നിയമമുണ്ട്, വ്യവസ്ഥ ഉണ്ട്. പക്ഷെ പ്രായോഗികമാകുന്നില്ല, നടപ്പിലാകുന്നില്ല. ഈമാനുണ്ടെങ്കിലേ നടപ്പിലാവില്ല. ഈമാനില്ലാത്ത സമുദായത്തിലൊന്നും നടപ്പിലാവില്ല. അതുകൊണ്ട് അല്ലാഹു തആല എന്തൊരു കാര്യം കൽപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ മുഅ്മിനീകളെ എന്ന് വിളിച്ചാൽ പറയാം. ഈമാനില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം അവിടെ കിടക്കും. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല, നിയമങ്ങൾ ഏട്ടിലായിട്ട് അവിടെ കിടക്കും. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ കൊത്തേറ്റ് രക്തം വാർന്നൊഴുകി പരവശനായി മരണവുമായി മണ്ണിടിഞ്ഞു കിടക്കുകയാണ്. ആളുകൾ സദാ അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വേള അദ്ദേഹം അതാ മുമ്പത്തെക്കാൾ ഉപരിയായി ദീർഘമായി തേങ്ങി കരയുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുകയാണ്. അടുത്തിരിക്കുന്ന സഹപാഠികൾ ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ, വേദന അസഖ്യമായി തോന്നുകയാണോ? വേദന സഹിക്കാൻ കഴിയുന്നില്ലല്ലേ? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി, വേദന സഹിക്കാൻ കഴിയായിട്ടല്ല, കുത്തേറ്റതിന്റെ വേദന ഇപ്പോഴും ഉണ്ടെങ്കിലും ആ വേദനയുടെ ആധിക്യം കാരണമല്ല ഞാനിപ്പോൾ കരയുന്നത്. പിന്നെന്തിനാണ് അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന വിധത്തിൽ ഇപ്പോൾ ഇങ്ങനെ കരയുന്നത്? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനിപ്പോൾ കരയുന്നത് എന്റെ മുൻഗാമിയായി പ്രവാചകന്റെ ഖലീഫയായി നമ്മുടെ രാജ്യം ഭരിച്ച നമ്മുടെ ഭരണാധികാരിയും നമ്മുടെ പ്രധാനമന്ത്രിയുമായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ മഹാനായ എന്റെ മുൻഗാമി വഫാത്താകുന്നതിന് മരണപ്പെടുന്നതിന് മുമ്പ് ചെയ്തു വെച്ചുപോയ നല്ല ഒരു കാര്യമുണ്ട്, നല്ല ഒരു ചര്യയുണ്ട്. അത് ചെയ്യാതെ മരണപ്പെടുന്നതിലാണ്, അത് ചെയ്യാൻ കഴിയാതെ പോകുന്നതിലാണ് എന്റെ അതീവമായ ദുഃഖം. അത് കാരണമാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. ആ സമയത്ത് സഹാബികൾ ചോദിക്കാണ്, അമീറുൽ മുഅ്മിനീൻ, എന്താണ് നിങ്ങളുടെ സഹോദരൻ നമ്മുടെ ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തത്? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതുമായ കാര്യം എന്താണ്? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മഹാനായ അബൂബക്കർ 2 കൊല്ലത്തിലധികമാണ് നമ്മുടെ രാജ്യം ഭരിച്ചത്. ആ 2 കൊല്ലത്തേക്ക് പുറമേക്ക് ജോലിക്ക് പോകാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല. വിശ്വാസികളായി നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും അവ പരിഹരിച്ചുകൊണ്ടും അദ്ദേഹം എപ്പോഴും മദീനയിൽ നിൽക്കാൻ ആവശ്യമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് പുലരാൻ, വീട്ടിന് ജീവിക്കാൻ മാർഗങ്ങളില്ലാതെ വന്നപ്പോൾ പൊതു ഖജനാവിൽ നിന്ന് ഈ 2 കൊല്ലത്തോളം അദ്ദേഹം ശമ്പളം പറ്റി, അത്യാവശ്യ ശമ്പളം പറ്റി. വേറെ മാർഗമല്ല, ജീവിത മാർഗമല്ല, പുറത്തു പോകാൻ പറ്റൂല. വിശ്വാസികളുടെ പ്രശ്നങ്ങൾ നോക്കിക്കൊണ്ട് ഇവിടെ വേണ്ട ആള്, ഭരണാധികാരി നിലവിൽ വേണ്ടേ, പിന്നെ തൊഴിലെടുക്കാൻ പോകാൻ പറ്റൂല, അപ്പൊ ശമ്പളം. പക്ഷെ മരണപ്പെടാൻ സമയത്ത് എന്റെ സഹോദരൻ അബൂബക്കർ ചിന്തിക്കുകയാണ്, ഞാൻ പ്രത്യേകമായി ജോലി ചെയ്യാതെ ബൈത്തുൽ മാലിൽ നിന്ന്, പൊതു ഖജനാവിൽ നിന്ന്, വിശ്വാസികളുടെ പൊതു സ്വത്തിൽ നിന്ന് ശമ്പളം എടുത്തത് പറ്റിയത് അള്ളാഹുവിന്റെ അടുക്കൽ എപ്രകാരമാണ് നീതീകരിക്കപ്പെടുക? അഥവാ അതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ടായാൽ ഈ അബൂബക്കർ എന്ന് മറുപടി പറയുമെന്ന് ആലോചിച്ചുകൊണ്ട് അത്രയും കാലം അദ്ദേഹം കൈപ്പറ്റിയ ശമ്പളം അദ്ദേഹത്തിന്റെ ചെറിയ ഒരു ഈത്തപ്പനത്തോട്ടം വിറ്റ് ബൈത്തുൽ മാലിലേക്ക് തന്നെ, പൊതു ഖജനാവിലേക്ക് തന്നെ തിരിച്ച് അടച്ചുകൊണ്ടാണ് മരണപ്പെട്ടു പോയത്. 10 കൊല്ലം ഞാൻ നിങ്ങൾക്ക് നേതാവായി, ഞാൻ വഫാത്താകാൻ പോവുകയാണ്. പക്ഷേ ഈ 10 കൊല്ലം നിങ്ങളിൽ നിന്ന് ഞാൻ കൈപ്പറ്റിയ ആ ശമ്പളം എന്റെ സഹോദരനായ അബൂബക്കറിനെ പോലെ തിരിച്ചടക്കാൻ കഴിയാതെയാണല്ലോ ഞാൻ അള്ളാഹുവിനെ സമീപിക്കാൻ പോകുന്നത്. അത് ആലോചിച്ചുകൊണ്ടുള്ള ഭയപ്പാടാണ്, അത് ആലോചിച്ചുകൊണ്ടുള്ള പേടിയാണ് ഞാൻ ഇപ്പോൾ ഇപ്രകാരം കരയാൻ കാരണമെന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതാണ് സാമ്പത്തിക വിശുദ്ധി. അങ്ങനെ ഒരു വിശുദ്ധി പുലർത്താൻ നിലവിലെ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് സാധ്യമാണോ? ഒരു ഭരണാധികാരിക്ക് സാധ്യമാണോ? ലോകത്തെങ്ങനെയെങ്കിലും അങ്ങനെ ഒരു രാഷ്ട്രത്തലവനുണ്ടോ? ഒരു നേതാവുണ്ടോ? സഹോദരങ്ങളെ, അതാണ് ആലോചിക്കേണ്ടത്. ഇതെങ്ങനെ ഉണ്ടായത്? ഇതെങ്ങനെ ഉണ്ടായതാ? ഈമാൻ കൊണ്ടുണ്ടായതാ. ആരായിരുന്നു ഉമർ? മക്കയിലെ കൊള്ളക്കാരൻ. അതാ ഉമർ. പണ്ട് കാലത്ത് ഉമറാണ് മക്കയിലെ കൊള്ളക്കാരൻ, നമ്പർ 1 കൊള്ളക്കാരൻ. അതാ ഉമർ. ആ ഉമറായി മാറിയത് എന്തുകൊണ്ടാണ് മാറിയത്? ഈമാൻ കൊണ്ടാണ് മാറിയത്. ഈമാനിന്റെ അടിസ്ഥാനത്തിലുള്ള തഖ്വ കൊണ്ടാണ് മാറിയത്. അല്ലാഹുവിന്റെ സാന്നിധ്യത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് മാറിയത്. സ്വർഗ്ഗ നരകത്തെ പറ്റിയുള്ള ശക്തമായ ബോധം കൊണ്ടാണ് മാറിയത്. അതുകൊണ്ട് മാറിയത്. അപ്പൊ ലോകത്തെ അതുകൊണ്ടല്ലാതെ മാറ്റിയെടുക്കാൻ കഴിയില്ല.
സഹോദരങ്ങളെ, നമ്മുടെ റോളാണ്. അത് ലോകത്തെ പഠിപ്പിക്കണം, അത് ലോകത്തെ ബോധ്യപ്പെടുത്തലാണ്. പക്ഷെ നമ്മുടെ ലോകത്തിന്റെ ബോധ്യപ്പെടില്ല. ദുരഭിമാനം കാരണം നമ്മുടെ രാഷ്ട്രവും നമ്മുടെ സാംസ്കാരിക നായകന്മാരും നമ്മുടെ ചിന്താ ബൗദ്ധിക ജീവികളും ഇതിനെ നിരാകരിച്ച് പഴഞ്ചനായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പകരം വെക്കട്ടെ അവർ മാർഗം, മനുഷ്യരെ നന്നാക്കിയെടുക്കാനുള്ള മാർഗം അവർ പകരം വെക്കട്ടെ. ഞാൻ പറയുന്നു, നമ്മൾ പറയുന്നു, സാധ്യമല്ല. ലോകത്തെവിടെയല്ല ഇതല്ല. എന്താണ് പഠിപ്പിച്ച് ശരിക്കാൻ കൊടുത്ത ഏത് മനുഷ്യനും വേദം ഓതിയാണ്. ഏത് വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല. ഖുർആനാകുന്ന വേദാണ് ഓതിയാൽ വെട്ടാൻ വരുന്ന പോത്ത് വെട്ടില്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായിട്ട് വെട്ടാൻ വന്ന പോത്തായിരുന്നു. മൃഗതുല്യനായിരുന്നു. വേദാണ്ട് ഓതിക്കെട്ടപ്പോ മാറി. ആ നിയമം, ആ വാചകങ്ങൾ, വചനങ്ങൾ, ആ ആശയങ്ങൾ നമ്മുടെ കയ്യിലാണ് സഹോദരങ്ങൾ. ലോകത്തെ മാറ്റാൻ പറ്റും, എന്നെ മാറ്റാൻ പറ്റും, നമ്മെ മാറ്റാൻ പറ്റും, നമ്മുടെ കുടുംബത്തെ മാറ്റാൻ പറ്റും, നമ്മുടെ അയൽവാസികളെ മാറ്റാൻ പറ്റും, നമ്മുടെ മഹലിനെ മാറ്റാൻ പറ്റും, നമ്മുടെ പ്രദേശത്തെ മാറ്റാൻ പറ്റും. നമ്മൾ മാറിയാൽ വലിയൊരു സമൂഹം നമ്മളോടൊപ്പം മാറാൻ തയ്യാറാണ് സഹോദരങ്ങൾ. വലിയൊരു സമൂഹം മാറാൻ തയ്യാറാണ്. ഇന്ന് നന്മയെ പിന്തുടരാൻ ഒരുപാട് ആളുകൾ സന്നദ്ധമാണ്. ഈ മലബാർ ഭാഗത്ത് നോക്കും നിങ്ങൾ, എത്രയോ നമ്മുടെ ഹിന്ദു പെൺകുട്ടികൾ കൈ ഇതുവരെ മറച്ചു നടക്കുന്നു. എന്താ കാരണം? മുസ്ലിങ്ങളായ ഒരുപാട് അവരുടെ കൂട്ടുകാരികൾ അപ്രകാരം മറക്കുന്നത് കണ്ടപ്പോൾ അവർക്കതിന് സന്നദ്ധതയാണ്. ഇന്ന് മനോഹരമായി മാറ് സമ്പൂർണ്ണമായി മറക്കുന്നുണ്ടെങ്കിലും ഒരു തട്ടം കൊണ്ട് എല്ലാ മതവിശ്വാസികളും മറക്കും. ശരീരത്തിന്റെ നെന്മൂന്മതികൾ പുറത്ത് കാണാത്ത വിധം മാന്യമായി മറക്കാൻ എല്ലാ മതസ്ഥരും തയ്യാറായത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ആളുകൾ, ബഹുഭൂരിപക്ഷം ആളുകൾ ആ നിലക്ക് നീങ്ങിയതുകൊണ്ടാണ്. ഇവിടുത്തെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ നിങ്ങൾ മാത്രം മാതൃകകളായി ജീവിക്കാൻ ഇവിടെ ശ്രമിച്ചാൽ നമ്മളെ പിൻപറ്റാൻ ഇവിടെ ആളുകൾ ധാരാളം തയ്യാറാണ്. എല്ലാ തിന്മകളിൽ നിന്ന് നമ്മൾ മാറിക്കണം. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെയാണ് അവസ്ഥ. ഒരു ഓണത്തിന്റെ ദിവസത്തിൽ ഒരു പള്ളിയിലെ ഖത്തീബിനോട് അവിടുത്തെ വന്നിട്ട് ഹിന്ദുക്കളായ കുറച്ച് ആൾക്കാർ ഒരു അപേക്ഷ പറഞ്ഞു. മുസ്ലിരെ, ഓണാണ് നാട്, അതുകൊണ്ട് ഓണത്തിന് കുറച്ച് കള്ള് കുടിക്കുക എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഒരു താല്പര്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങളുടെ ആൾക്കാരോടൊന്നും വരാതെ ഇരിക്കാൻ, അവിടെ തിരക്കും പിടിയുണ്ടാകാതിരിക്കാൻ, അന്നത്തെ ദിവസങ്ങളിലൊന്നും മാറി നിൽക്കാൻ നിങ്ങളൊന്ന് ഉപദേശിക്കണം. പള്ളിയിലെ ഖത്തീബിനോട് വന്നിട്ട് സാധാരണക്കാരായ ഹിന്ദു കാരണവന്മാർപ്പെട്ട കുറച്ച് സഹോദരന്മാർ, നിങ്ങൾ വിചാരിക്കും നടക്കാത്തതാണ്, നടന്ന സ്ഥലത്താണ്. അതാണ് അവസ്ഥ. ഇവർക്ക് ശരിയായ കൃത്യമായ ബോധം നമ്മുടെ മഹലിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം വീടുകളിൽ നൽകപ്പെട്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ദുരവസ്ഥയിലേക്ക് വരുമായിരുന്നില്ല. നിങ്ങൾ വയനാട്ടിലേക്ക് കയറി നോക്കി, ആ ചുരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്നത് മലപ്പുറം ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരല്ലേ. ഒരൊറ്റ പരിശോധന മാത്രം, ഒന്നും ചെയ്യണ്ട, ചെയ്തെന്നാണ്. എവിടെ നിന്നുള്ളവരാ? ചെമ്മാട്, കോട്ടക്കൽ, പരപ്പനങ്ങാടി, പൊന്നാനി, തിരൂർ ഭാഗങ്ങളിലുള്ള ചെറുപ്പക്കാരാണ് വയനാട്ടിലേക്ക് ചുരം കയറുന്നത്. എന്തിനാ ചുരം കയറുന്നത്? ഒരു ബൈക്കിൽ 2, 3, ചിലപ്പോൾ 4 ആളും വെച്ച് വരാം. എന്തിനാണെന്ന് നിങ്ങൾക്ക് അവിടെ വന്നാൽ കാണാം. അതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് മലപ്പുറം ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള, പ്രത്യേകിച്ച് സാമ്പത്തികമായ ഔന്നത്യം നേടിയിട്ടുള്ള പ്രദേശങ്ങളിലെ മുസ്ലിം വീടുകളിലെ സഹോദരന്മാരാണ്, ചെറുപ്പക്കാരാണ്. നമുക്ക് ആ ചെറുപ്പക്കാരോടല്ല പറയാം. അവരെ ആ വിധത്തിൽ നിയന്ത്രണമില്ലാതെ, അവർക്ക് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യബോധം പറഞ്ഞു കൊടുക്കാതെ, ആരാണ് ഈ വിധത്തിൽ അവരെ സർവതന്ത്ര സ്വതന്ത്രരാക്കിയത്? അതിന് മഹല്ല് ഉത്തരവാദിയാണോ? സംഘടന ഉത്തരവാദിയാണോ? ഉലമാക്കൾ ഉത്തരവാദിയാണോ? നമ്മൾ ആലോചിക്കണം. ഞാൻ പൊന്നാനിയുടെ ഒരു സ്ഥലത്ത് ഒരു പ്രസംഗത്തിന് പോയി. ഈ പ്രസംഗമല്ല, തൗഹീദിനെ സംബന്ധിച്ച് പ്രസംഗത്തിന്റെ മുകൾ ഭാഗത്തുള്ള ജോലി എന്താ അറിയാം? മുകൾ ഭാഗത്തെ ഓഫീസ് എന്തിനാ പ്രവർത്തിക്കുന്നത് അറിയാം? പോക്കറ്റ് അടിക്കാൻ വേണ്ടിയുള്ള ക്ലാസ് നടക്കുന്ന സ്ഥലം, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥലം. പൊന്നാനി പ്രത്യേക സ്ഥലം. ഇപ്പൊ ഈ പരിസരത്തൊക്കെ നിങ്ങൾക്ക് അറിയാം, ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ കളവ് നടന്നാൽ പൊന്നാനിയിലേക്ക് വിളിച്ചു പറഞ്ഞാൽ മതി, ചായക്കാശെടുത്ത് ബാക്കിയുണ്ട്. കാരണം അവിടുന്ന് പഠിപ്പിക്കപ്പെടുന്ന ശിഷ്യന്മാരെ ഇത് ഉൾക്കൊള്ളുന്ന അവർക്കറിയാം. ഇപ്പൊ ഈ കുറ്റിപ്പുറം പ്രദേശത്ത് ഓടുന്ന, അതേപോലെ തന്നെ പിന്നെ കോട്ടക്കലടക്ക്, അവിടെയൊക്കെ പൈസ നഷ്ടപ്പെട്ടാൽ നമ്മൾ അന്വേഷിക്കേണ്ടത് പൊന്നാനിയാണ്. അവിടുത്തെ ശിഷ്യന്മാരത് എടുക്കുന്നത്, അത് പഠിപ്പിക്കുന്ന കേന്ദ്രമുണ്ട്, അത് പരസ്യമായിട്ട് പഠിപ്പിക്കാം. ആ ഓഫീസിന്റെ താഴെ നിന്നിട്ട് നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ പ്രവേശമാണ്. എവിടെ നിൽക്കുന്നു? ലോകത്തെ ഏറ്റവും വലിയ അധാർമികത എന്ന ഏറ്റവും മ്ലേച്ഛമായ സകല തിന്മകളും മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നാണ്. ഞാൻ സമുദായത്തെ എടുത്ത് കുറ്റപ്പെടേണ്ട. അതെന്താ കാരണം? നല്ലത് കേടുന്നാല് വല്ലാതെ അതെന്റെ പ്രത്യേകത.
ഈ കേട് വന്നത് കേട് വരുമ്പോ വലിയ പ്രശ്നമില്ല. നല്ലത് കേടെന്നാ വരാം, അത് വല്ലാത്തൊരു കേടല്ല. മുസ്ലിം കേടെന്നാ പിന്നെ ആ കേട് അതിലുണ്ടാവില്ല. മറ്റൊരുക്കൊക്കെ ഒരു ബാഹ്യമായി പേടിണ്ടാവും. മുസ്ലിമിന് ആകെ പേടി പടച്ചോനെ, പിന്നെ പടച്ചോനെ പേടില്ലാതെ പിന്നെ ആരെ പേടി, പിന്നെ എന്തും ചെയ്യും. മറ്റുള്ളവർക്ക് കാരണന്മാരെ, നാട്ടിനെ, ഭാര്യനെ, അമ്മനെ, അച്ഛനൊക്കെ ഒരു പേടിയുണ്ടാവും. മുസ്ലിങ്ങൾ പ്രധാനമായിട്ട് പേടിക്കേണ്ടത് പടച്ചോനെ പേടില്ലാതായ പിന്നെ ഏത് പടപ്പിനെ പോലും പേടിക്കാം. അതുകൊണ്ട് അവരുടെ പ്രദേശങ്ങളിൽ ഇത് കൂടുതലുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശക്തമായ ഉപദേശ നിർദ്ദേശങ്ങളും കെട്ടുറപ്പുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഓരോ മഹല്ലിനെയും നിയന്ത്രണത്തിലാക്കാൻ പറ്റും. ഞാൻ നല്ല പെരുന്തൽമണ്ണ പോയപ്പോ അവിടെ മഹല്ലിന്റെ കുറെ നിർദ്ദേശങ്ങൾ എത്തിയിട്ടുണ്ട്. കല്യാണവുമായി ബന്ധപ്പെട്ട 10 നിർദ്ദേശങ്ങൾ എനിക്ക് വല്ലാത്ത ഹൃദയസ്പർക്കായി. ആ വിധത്തിൽ അവിടെ നടത്തപ്പെടുന്ന വിവാഹത്തിന് ആ നാട്ടുകാർ തയ്യാറാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അതില്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ബന്ധപ്പെട്ടവരോ ഖതീബോ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് എഴുതിയത്. പങ്കെടുക്കൂല എന്നല്ല, പങ്കെടുക്കേണ്ടതില്ല. അതൊരു മയപ്പെടുത്തുന്ന ഭാഷയാണ്, കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ എഴുതി വെക്കേണ്ടത്. അതിനവർ സന്നദ്ധമാകുമെങ്കിൽ മഹല്ലുകൾക്ക് നമ്മുടെ വളർന്നു വരുന്ന ലക്ഷ്യബോധമില്ലാത്ത തലമുറയിൽ നല്ല സ്വാധീനമാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഈ പ്രസംഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു മുജാഹിദ് പ്രവർത്തകന്മാർ, ഇതൊരു സുന്നി വഴതാണെങ്കിൽ, ആ സുന്നി പണ്ഡിതനാണ് ഇവിടെ വഴത് പറയുന്നതെങ്കിൽ എന്റെ വാക്കുകൾ മുജാഹിദുകളായ ആളുകൾ സ്വീകരിക്കുന്നതിന്റെ 10 ഇരട്ടിയെങ്കിലും ആ സുന്നി ഉസ്താദിന്റെ സംസാരം അവിടെ സുന്നി സാധാരണക്കാരെ സ്വീകരിക്കും. കാരണം അവർക്ക് അവരുടെ പണ്ഡിതന്മാരോടും അതേപോലെ തന്നെ ആലിമ്യങ്ങളോടും വല്ലാത്തൊരു ബഹുമാനമാണ്. ഞങ്ങളുടെ ബഹുമാനങ്ങളോട് പറയാതിരിക്കാനില്ല. മാനക്കട ഞാനിവിടെ കുത്തബക്ക് പോകും, വണ്ടൂർ ഭാഗത്ത് തൊട്ടടുത്ത സുന്നി പള്ളിയിലേക്ക് ഒരു ഖത്തീബും ഞങ്ങൾ രണ്ടാളും മിക്കവാറും ഒരേ ബസ്സിലാണ് വണ്ടൂരിൽ നിന്ന് പോകുക. 6 കിലോമീറ്റർ ഇറങ്ങണം. ആ ഉസ്താദ് ഇറങ്ങുമ്പോഴേക്ക് അവിടെ 1 or 2 വാഹനങ്ങളായിട്ട് ആള് നിൽക്കുന്നുണ്ടാവും. ഒരാളെങ്കിൽ വരാറുണ്ടാവും. ചെന്നവിടെ ഇറങ്ങിയ ഉടനെ കടയിൽ കൊണ്ടുപോയി ചായക്ക് വാങ്ങിക്കൊടുത്ത് ആ ബൈക്കൊക്കെ കൊണ്ടുപോകും. ഞാൻ അവിടുന്ന് കൃത്യം 12 മിനിറ്റ് നടക്കണം. 12 ആഴ്ചയിൽ പോകാൻ തുടങ്ങിയിട്ട് ഒരു മാറ്റവും വന്നിട്ടില്ല. ഒരു ഉദാഹരണം പറയാം. അപ്പൊ അവർക്ക് അതിനാളുടെ ബഹുമാനം, ആ ബഹുമാനം ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ ശക്തമായിട്ട് എന്റെ സഹോദരന്മാരോട് ആത്മാർത്ഥമായിട്ട് പറയണം, നിങ്ങളാണ് ഈ സംസാരിക്കുന്നതെങ്കിൽ, സുന്നി പണ്ഡിതന്മാരാണെങ്കിൽ ഇതിന്റെ അനുയായികൾ ആവേശോജ്വലമായി അത് ജീവിതത്തെ പുലർത്താൻ തയ്യാറാണ്. പക്ഷേ മർമ്മമായ ഭാഗങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലല്ല ആവേശം കൊടുക്കേണ്ടത്. നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ മതത്തിന്റെ മൂല്യങ്ങളെ പഠിപ്പിക്കണം, വിശ്വാസം പഠിപ്പിക്കണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച കിട്ടുന്ന ശ്രദ്ധേയമായ സമയമുണ്ടല്ലോ, ആ ഒതുവെടുത്തിട്ട് ഇവർക്ക് അഭിമുഖമായിട്ട് ഇരുന്നിട്ട് കേൾക്കുന്ന ഉപദേശം അത്ര ഹൃദയസ്പർക്കായിട്ടുള്ള ഫലവത്തായ ഒരു ഉപദേശം ഉണ്ടാവില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ആ സമയത്ത് കാര്യമാത്ര പ്രസക്തമായ വാക്കുകൾ വളരെ ഗൗരവത്തോടെ നടത്തണം. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ. നബിയുടെ ഏറ്റവും ഗൗരവമുള്ള പ്രസംഗം എന്നറിയോ? വെള്ളിയാഴ്ച ഖുതുബ. എന്താ വെള്ളിയാഴ്ച ഖുതുബ? നബിയുടെ 2 കണ്ണും അടിച്ചു കൊടുത്തു. അലാ സൗതുഹു, ശബ്ദം ഉയരും. മുൻകറു ജയ്ഷിൽ, ഒരു സർവ്വ സൈന്യാധിപൻ മുന്നറിയിപ്പ് നൽകുന്നത് പോലെ കാര്യഗൗരവമായി അവർ ജീവിതത്തിൽ പുലർത്തിയേ മതിയാകൂ എന്ന് കണിശമായി കൽപ്പിക്കും. ജീവിതത്തിൽ നിന്ന് പിന്നെ മാറ്റി നിർത്തേണ്ടത് കൃത്യമായി മാറ്റി നിർത്തണമെന്ന് കർക്കശമായ ഭാഷയിൽ പറയും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇദാ ഖതബ ഖുതുബതൻ യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച അല്ലാഹുവിന്റെ റസൂൽ ഖുതുബ നടത്തിയാൽ വജലത് മിൻഹൽ ഖുലൂബ് വദലിഫത് അൻഹൽ ഉയൂൻ, അവിടെ കൂടിയ സകല സദസ്യരുടെയും ഹൃദയം പിടപെടുക്കുകയും കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയും ചെയ്യും. ഇത്ര മുസ്ലിം സമുദായത്തെ പിടിച്ചു നിർത്താൻ പറ്റിയ നല്ലൊരു സന്ദർഭമല്ല. വുദൂ ചെയ്തിട്ട് തിബിലക്ക് അഭിമുഖമായിട്ട് ഇരിക്കുകയാണ് ഇമാമ്, അവരെ നോക്കിയിരിക്കുക. ആ സമയം നമ്മുടെ പണ്ഡിതന്മാർ വാശിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അവിടെ വെച്ച് അവർ മനുഷ്യൻ മനസ്സിലാകുന്ന ഒരു വാക്കുപോലും പറയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുതുബ അറബി ഭാഷയിലാണ്. അവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും അറിയാവുന്നത് കൊണ്ടാണത്. അറബി അറിയാമെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ വെള്ളിയാഴ്ച ഖുതുബയിൽ സാഹിത്യ സമ്പൂർണമായ വാക്ക് ഉപയോഗിക്കില്ല, അഥവാ ഗരീബായ വാക്ക് ഉപയോഗിക്കില്ല. അവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും പരിചയമുള്ള ആശയം മനസ്സിലാകുന്ന വാക്കിനെ ഉപയോഗിക്കും. മാത്രമല്ല, ഏതെങ്കിലും ഒരാശയം സഹാബിമാർക്ക് മനസ്സിലായിട്ടില്ലയോ എന്ന് അല്ലാഹുവിന്റെ റസൂലിന് സംശയം തോന്നിയാൽ വെള്ളിയാഴ്ച നടത്തപ്പെടുന്ന ഖുതുബ ആ ആശയം അല്ലാഹുവിന്റെ റസൂൽ 2ാമത് ഒന്നുകൂടി വിശദീകരിക്കും. എന്നിട്ട് മനസ്സിലായിട്ടില്ലെന്ന് ബോധ്യമായാൽ അല്ലാഹുവിന്റെ റസൂൽ 3ാമത് ഒന്നുകൂടി വിശദീകരിക്കും. അതിൽ പറഞ്ഞ ഒരൊറ്റ കാര്യം അറിയാത്ത ഒരൊറ്റ സഹാബിമാർ അവിടെ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലെ 70 കൊല്ലം ഖുതുബ കേട്ട ഒരാൾ ഒരൊറ്റ
കാര്യം ഒരൊറ്റ ദിവസം മനസ്സിലാക്കിയിട്ടുണ്ടാകും. അഥവാ അറിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇമാമിന് നിലനിൽപ്പുണ്ടാകും. ഞാൻ കേട്ടൊരു സംഗതി പറയാണ്, സംഭവിച്ചു എന്നറിയില്ല. ഈ മഞ്ചേരിക്കടുത്ത് ഒരു ഖത്തീബ് ഖുത്ബ നടത്തുകൊണ്ടപ്പോ കയ്യിലുള്ള വാള് താഴെ വീണു. അപ്പൊ അത് താഴെ വീണ് പോയി കയ്യെ പിടിച്ചിട്ട് ഖുത്ബ നടത്തിയില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് അടുത്തിരിക്കുന്ന സുഹൃത്തിനോട് ആ വടിയൊന്നും എടുക്കുമെന്ന് പറഞ്ഞില്ല. വാള് എടുത്തു കൊടുത്തു. വെള്ളിയാഴ്ച ഒരുമഴ കഴിഞ്ഞ ഉടൻ കമ്മിറ്റി യോഗം കൂടി മുസ്ലിരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. കാരണം മിമ്പറിൽ നിന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചു. ഇത് മലയാളത്തിലല്ലാതെ എങ്ങനെ പറഞ്ഞാൽ ഈ ആൾക്ക് മനസ്സിലാക്കാൻ വടി എടുത്തു കൊടുക്കാൻ അതിന് ഖതീബ് സ്ഥാനം പോയി. അങ്ങനെ നമ്മുടെ നാട്ടിന്റെ അവസ്ഥ. മനുഷ്യന് മനസ്സിലാകുന്ന ഒരു പദം പോലും വരരുത്, പിന്നെ മനുഷ്യനെ നന്നാക്കാൻ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്, അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അത് മാത്രമല്ല, ആ ഒരു ആത്മാർത്ഥതയിൽ നമ്മുടെ കുടുംബങ്ങളെ വളർത്തുക. നമുക്ക് സ്വാധീനമുണ്ട്, മഹല്ലുകാർക്ക് സ്വാധീനമുണ്ട്, നമ്മുടെ പണ്ഡിതന്മാർക്ക് ഇഷ്ടം പോലെ. എനിക്കറിയാം സുന്നി ഉസ്താദന്മാരെ പറ്റി, അവരോട് വലിയ ബഹുമാനമാണ്. അവർ പറയാണ് എന്റെ വീട്ടിൽ ഇന്നതിൻ്റെത് അരുത്, തിന്മകൾ അരുത്, ഏക്കൂത്തുകൾ അരുത്, അധാർമികതകൾ അരുത്, കല്ലുകുടി അരുത്, കല്ലുകുടിച്ച് വീട്ടിലൊന്ന് ഷെപ്പുണ്ടാക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നാട്ടുകാരത് സ്വീകരിക്കും. മുജാഹിദ് മൗലിമാര് പറയും പോലല്ല. മുജാഹിദ് മൗലി എന്നാല് ഞാനൊക്കെ ചില സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നാൽ ആൾക്കാരൊക്കെ ആലുമുറ കാത്തിരിക്കും. എപ്പോഴും മൗലി വരിക? അല്ല, മൗലി വന്നില്ലേ? മൗലി വന്നാൽ നമ്മളൊന്നും മൗലിയായിട്ട് കൂട്ടിയിട്ടില്ല. കാരണം എടുത്തേറെ പോലെ സാധാരണ മനുഷ്യന്മാരുടെ മാതിരി മൂക്ക് കീപ്പോട്ടായിട്ട് തലയൊക്കെ തുറന്നിട്ടിട്ട് ഇതാണ്. മറ്റത് അങ്ങനെയല്ലല്ലോ. അതിനൊരു അന്തസ്സും അതിനൊരു വേഷവിധാനം, അതിന് പ്രത്യേകത ഇതിൽ എന്തോ ഉണ്ടെന്ന്, തലകെട്ടിലല്ല, ആ വേഷത്തിൽ എന്തോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആൾക്കാരൊരു ബഹുമാനം നൽകുന്നുണ്ട്. ആ ബഹുമാനം അവിടെ നിലനിന്നോട്ടെ. ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഇന്ന് മുജാഹിദുകൾ മഹലിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ നന്നായി പ്രവർത്തിക്കാൻ നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാർക്ക്, ഉലമാക്കൾക്ക് സാധിക്കും. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആ കാര്യത്തിൽ അവർക്ക് അത്ര തീവ്രതയും താല്പര്യമൊന്നുമില്ല. അയ്യോ എന്നതൊക്കെ ഒന്നുകിൽ മുജാഹിദല്ലേ, അല്ലെങ്കിൽ സുന്നിയല്ലേ, അല്ലെങ്കിൽ ഏത് ഒറ്റപ്പെട്ട കുറച്ച് ജമാഅത്തല്ലേ. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. കാദ്യാനികളും അതേപോലെ തന്നെ ആൾക്കാരെ നമ്മൾ കൂട്ടിയിട്ടില്ലല്ലോ. ഇനി അവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വളരെ ഒറ്റപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും. കാദ്യാനികൾക്ക് അതിനും പോകാനുള്ള അതിന് മാത്രമുള്ള ആളും അവരുടെ മുസ്ലിങ്ങളായിട്ട് നമ്മൾ കൂട്ടിയിട്ടില്ല. ബാക്കിയുള്ളവരെ തന്നെ പോയത് ഒന്നുകിൽ സുന്നി, അല്ലെങ്കിൽ മുജാഹിദ്, അല്ലെങ്കിൽ ജമാഅത്ത്, അല്ലെങ്കിൽ തബ്ലീഗ്, അല്ലെങ്കിൽ ദക്ഷിണ കേരള സുന്നി, ഇതല്ലേ ആവുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ ഒരു പരിധി വരെ ഇവിടെ തടഞ്ഞു നിർത്താൻ പറ്റും. മുജാഹിദുകളെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റുന്നത് ഈമാൻ കൊണ്ടാണ്, വിശ്വാസം കൊണ്ടാണ്, അവർക്ക് ദീൻ പഠിപ്പിച്ചുകൊണ്ടുണ്ടാണ്. അല്ല ഖതീബിന്റെ കഴിവുണ്ടല്ല. ഖതീബിനെ പറ്റി ഞങ്ങൾ പറഞ്ഞില്ല. ഇന്ത്യയൊക്കെ കോലങ്ങൾ കണ്ടില്ല. ഞാനൊക്കെ കുത്തുപടത്ത് എങ്ങനെ റസൂലുള്ളാഹിന്റെ കാലത്ത് അധികാരമുള്ളവരാ കുത്തുപടത്ത്. വടിയുണ്ട്, ചാട്ടപ്പാറുണ്ട്, അനുസരിച്ചില്ലെങ്കിൽ അടിയാട് കിട്ടും. ഇവിടെ അതല്ല കിട്ടാൻ പോകുന്നത്, മറിച്ച് അടി കിട്ടാൻ പോകുന്നത്. ആരുടെ കുത്തുബ പിന്നെ പലിശയെ പറ്റി പറയാൻ പറഞ്ഞു. ഞങ്ങളുടെ ഒരു ഖതീബ് കുത്തുബ നടത്തിയൊരു പള്ളി, കുത്തുബ കഴിഞ്ഞ് വന്നപ്പോ പള്ളിയുടെ പരിസരത്ത് ഞാൻ പലിശ വാങ്ങിയിട്ട് കൊല്ലത്തിലേക്കുണ്ട്. പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് പിന്നെ കുത്തുബയിൽ അത് പറയാൻ കാരണം, അപ്പൊ മൂപ്പര് വിചാരിച്ച് മൂപ്പര് പലിശ നടത്തുന്നതിനെ പറ്റിയാണ്. മൂപ്പര് പലിശ നടത്തുന്ന പലിശനെ പറ്റി പറഞ്ഞതാ. അപ്പൊ മുമ്പ് അങ്ങനെ ചെയ്തിരുന്നു. എന്നിട്ടിപ്പോ പറയാണ് ഞാനതൊക്കെ നിർത്തിയിട്ട് കാലത്തിലേക്ക് പിന്നെ എന്തിനാ അത് പറയുന്നത്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഒരു ഖതീബ് കുത്തുബ കഴിഞ്ഞ് വന്നപ്പോ നാട്ടിലെ ഒരു പ്രമാണി വന്നിട്ട് കത്തി ചൂണ്ടി പറഞ്ഞു, മര്യാദക്ക് ഇവിടുന്ന് തടുത്തു, ഇവിടെ ആരും ജാതി വർത്താനം പറയാനില്ല, അത് മര്യാദക്ക് ഇവിടെ നിൽക്കണി, ഇവിടെ പറ്റിയ കുറച്ച് കാര്യങ്ങൾ അത് പറഞ്ഞു. ആള് വൈകുന്നേരം ആകുമ്പോഴേക്ക് പോകും. അങ്ങനത്തെ അനുഭവം മുജാഹിദ് പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ മുജാഹിദികളെ ഞാൻ ഇവിടുന്ന് പോയ എനിക്ക് കത്തായിരുന്നു, നിങ്ങൾ എന്തിനാണ് ആ ഭക്ഷണത്തിനൊക്കെ അവിടെ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ സുന്നികളൊക്കെ ഉണ്ടായിരുന്നു, ഓലൊക്കെ അത് കേട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചങ്ങനക്കുളത്ത് നമ്മുടെ ഇടയ്ക്കിടയിലുള്ള തസ്കീയത്ത് നടത്തിയപ്പോ ഞാൻ അവിടെ ചെന്ന് പിറ്റേന്ന് 8 പേജുള്ള ഒരു കത്ത്. എന്താ കത്തിരുന്നത് എന്തെന്നെ ആദ്യം ഞങ്ങളുടെ പ്രശ്നമൊക്കെ തരക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ അത് വിചാരിച്ചിട്ട് കുറച്ച് സുന്നികളൊക്കെ കൂട്ടി വന്ന് നിങ്ങൾ അവിടുത്തെ ഞങ്ങളുടെ മുജാഹിദികളെ പറ്റ മോശാക്കുന്ന രീതിയിലാണ് സംസാരിച്ച് തന്നിട്ട് പിന്നെ മുമ്പുടെ ഒരു വിശദീകരണം 8 പേജുള്ള 4 കഷ്ണം പൂർണ്ണമായൊരു കത്ത്. ഞാൻ ആരോട് ഗ്രൂപ്പ് മാറിയില്ല, അവിടെ തന്നെ അല്ലെങ്കിൽ ഗ്രൂപ്പ് മാറാൻ ആ കത്ത് മാത്രമാണ്. ആ ജാതി ഉത്തരവാദപ്പെട്ട ഭാഗത്തുന്ന കത്ത്. അപ്പോ മുജാഹിദികളായ ആളുകൾക്ക് അങ്ങനെയുണ്ട്. പക്ഷെ നിങ്ങൾ ആവേശികമായിട്ട് നോക്കി നമ്മുടെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ സുന്നികളുണ്ട്, മുജാഹിദുകളുണ്ട്. ഓരോ നാട്ടിലും ആവേശികമായിട്ട് മുജാഹിദിനെ സുന്നി നോക്കി. ഞാൻ ജാതി തിരിക്കാൻ പറയല്ല, അവിടെ ആവേശികമായിട്ട് ഞാൻ പറയുന്നത് മുജാഹിദിനെ പറയും. മുജാഹിദിന്റെ പവറല്ല. ഈ വിശ്വാസ കാര്യങ്ങൾ അടിക്കടി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിരന്തരമായി ശാസ്ത്രീയപരമായും പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ നമ്മുടെ സമുദായത്തെ അള്ളാഹുവിനെ പറ്റി പരലോകത്തെ പറ്റി നല്ല ബോധമുള്ള, ഉറപ്പുള്ള, ദൃഢതയുള്ള ആളുകളാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ തിന്മയിൽ നിന്ന് മാറിക്കാൻ പറ്റൂ. മറ്റൊരുപാട് തിന്മകൾ നമ്മൾ പറഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യമുണ്ടായി. ഇത് മാറലാണ് ആവശ്യം. നമ്മുടെ കുടുംബത്തിൽ അത്തരക്കാർ വളർന്നു വരാതിരിക്കലാണ് ആവശ്യം. നമ്മുടെ മാതാപിതാക്കൾ പ്രായാധിക്യത്തിൽ നിന്ന് ഒരാളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ വളർന്നു വരലാണ് നമുക്ക് ആവശ്യം.
നമ്മുടെ കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ള, പരസ്പരം കടപ്പാടും ബാധ്യതയുമുള്ള, അധാർമികതകളിൽ നിന്നും അനാവശ്യങ്ങളിൽ നിന്നും അനാശാസ്യങ്ങളിൽ നിന്നും സഹോദരങ്ങളെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന മൊബൈൽ അടക്കം ഇപ്പൊ കണ്ണിലൊരു പേനത്തുമ്പ് അത് മതി മനുഷ്യനെ വഴിവഴിപ്പിക്കാൻ. എല്ലാ വേണ്ടാക്കല്ല, എല്ലാ തിന്മകളും അതിങ്ങനെ ഞെക്കിയാൽ കിട്ടും. റൂമിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് മനുഷ്യന്റെ സകല രഹസ്യങ്ങളും അതിങ്ങനെ ചെറുപ്രായത്തിൽ കുട്ടികൾ കാണുമ്പോൾ സ്വാഭാവികമായും അവർ ഭ്രാന്തരായി ലൈംഗികമായ ഉത്തേജനം ഉണ്ടാവുക, അത് പരിഹരിക്കാൻ മാർഗങ്ങളില്ലാതെയാകുമ്പോൾ ഭ്രാന്തമായ അവസ്ഥകൾ. അതുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ ഇല്ലാതെയാക്കുക. ധർമ്മങ്ങളും മൂല്യങ്ങളും പഠിപ്പിക്കപ്പെടും. നന്മയോട് അവർക്ക് പ്രതിപത്തിയും താല്പര്യവും ഉണ്ടാവും. അനാവശ്യമായ കാര്യങ്ങൾ കേട്ടിരിക്കുന്നതിനേക്കാൾ ആവശ്യമുള്ള കാര്യങ്ങൾ കേട്ടിരിക്കുമ്പോൾ ആനന്ദമുണ്ടാവും. ഇവിടെ ഇപ്പൊ ഒരു ഗാനങ്ങളെ അതുപോലുള്ള സംസാരമൊക്കെ ആണെങ്കിൽ എത്രങ്ങാനും ഒരാളുകളുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിരുന്ന ഒരു 5-6 ആൾക്കാർ വന്നപ്പോ തുടങ്ങിയതാ ഉറക്കം. ഞാനിതൊരു ഗാനമേള നടത്തണമെങ്കിൽ പോലും ഉറങ്ങൂല, മുജാഹിദീങ്ങൾ ഉറങ്ങൂല. എത്ര പകൽ ഉറക്കടിച്ച ആൾക്കാർ ഉറങ്ങൂല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനിങ്ങനെ പറഞ്ഞപ്പോ ഒത്തു കഴിഞ്ഞപ്പോ സെക്രട്ടറി കൊണ്ടുപോയിട്ട് പറഞ്ഞു, അതെ മൊലി ഇവിടെ ആൾക്കാർ അധികം ഉറങ്ങാൻ കാരണം എന്താ അറിയോ, ഒക്കെ ഈ റബ്ബർ ടാപ്പിങ്ങിന്റെ ആൾക്കാരാണ്. ഞാൻ ചോദിച്ചു രാത്രിയാണോ റബ്ബർ ടാപ്പിങ്? അല്ലാതെ അതെന്നാലും പിന്നെ അപ്പൊ നേരത്തെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങണ്ടേ? ആ ശരിയാണ്. ഞാൻ അതിന്റെ മുകളിൽ നിന്നൊരു നാടകമാണ് കളിക്കണമെങ്കിൽ ഇവരൊക്കെ ഉറങ്ങുമെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ആലോചിക്കുന്നത് അത് ഉറങ്ങൂലാന്ന് പറഞ്ഞു. അപ്പൊ താല്പര്യമുള്ള വിഷയമാണെങ്കിൽ ആരും അത് ചെയ്യൂല. അപ്പൊ നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക, ഓരോരുത്തരും അങ്ങനെ വളർത്തിയെടുക്കുക. ഞാൻ അവസാനിപ്പിക്കാൻ, ദീനിന്റെ ഈമാനിന്റെ ശക്തി കൊണ്ടല്ലാതെ നിലവിലുള്ള സാഹചര്യത്തിൽ കള്ളായാലും മയക്കുമരുന്നായാലും പിന്നെ സദാചാര വിരുദ്ധമായതായാലും ലൈംഗികതയായാലും ഒന്നിൽ നിന്നും മാറി നിൽക്കാൻ ഈ വിശ്വാസം കൊണ്ടല്ലാതെ സാധ്യമാണ്. വളരെ വിപുലമാണ്, വളരെ അപകടത്തിലൂടെയാണ് കാര്യങ്ങൾ നീങ്ങി പോകുന്നത്. സഹോദരങ്ങളെ, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് ഞാൻ ആദ്യം ഇങ്ങനെ അത്ഭുതത്തോടുകൂടി ഓർത്തിരുന്നു. വല്ലാഹി അത്ഭുതത്തോടുകൂടി ഓർത്തിരുന്നു. അള്ളാഹിന്റെ റസൂൽ പറയാണ്, 7 വയസ്സായ കുട്ടികൾ നമസ്കരിക്കാനൊക്കെ പഠിപ്പിക്കണം. 10 വയസ്സായ നിങ്ങൾ അവരെ കിടപ്പുക മാറ്റി കിടത്തണം. നിങ്ങളുടെ തന്നെ മക്കളാണെങ്കിലും ആൺകുട്ടിനെയും പെൺകുട്ടിനെയും 10 വയസ്സായാൽ ഒരേ റൂമിലും ഒരു ശയ്യയിലും കിടത്താൻ പാടില്ല എന്നാണ്. സത്യം ഞാൻ നിങ്ങളോട് പറയണം, ഈ അടുത്ത കാലം വരെ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു, എന്താണ് അതിനൊരു പ്രസക്തി? സ്വന്തം പിതാവിന്റെയും മാതാവിന്റെയും മക്കളായ ആണും പെണ്ണും കുട്ടികൾ 10 വയസ്സായപ്പോഴേക്ക് അവരെ കിടപ്പറയിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? സഹോദരങ്ങളെ, ഇന്ന് അതും അനുഭവമാണ്. സ്വന്തം ആങ്ങളെയും സ്വന്തം പെങ്ങളും, പ്രത്യേകിച്ച് പാശ്ചാത്യ ക്രിസ്തീയ നാടുകളിൽ അതൊരു വലിയ പരിഷ്കാരമാണ്. ശാരീരികമായിട്ട് ബന്ധപ്പെടുക, ഉമ്മയെ ദുരുപയോഗപ്പെടുത്തിയ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടുത്തുണ്ടായിട്ടുണ്ട്. ഒരു മുസ്ലിം കുടുംബത്തിൽ ഞാനത് വിശദീകരിച്ച് പറയുന്നു. അത്ര അപകടകരമായ ഒരു സാഹചര്യം. ഈ രാത്രിയുടെ അന്ത്യയാമങ്ങളെ, കൂരിരുട്ടിനെ അതിജയിച്ചുകൊണ്ട് നമുക്കിതിനെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. നമ്മുടെ കണ്ണ് അവിടെ നിന്ന് എത്തിപ്പെടില്ല. അതുകൊണ്ട് അവരെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി അവരുടെ കൂടെ ഉണ്ടാകട്ടെ. ഒരു മുഅ്മിൻ, മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, അവന്റെ വഅദ് അവന്റെ ഉള്ളിലാണ്. ഈ പ്രസംഗമല്ല, ഈ വഅദല്ല, അവന്റെ ഹൃദയത്തിലുള്ള ഈമാനാണ്. ഒരു മുഅ്മിനും അവന്റെ ഈമാനുമാണ് ജീവിക്കാൻ അള്ളാഹു വിട്ടിട്ടുള്ളത്. ഒരു മുഅ്മിനിന്റെ ഈ രഹസ്യങ്ങൾ കണ്ടെത്തി ഭരണാധികാരിയുടെ മുമ്പിൽ അത് ചെന്ന് പറഞ്ഞ് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഇസ്ലാമിൽ രഹസ്യാന്വേഷകരില്ല. ഇസ്ലാമിൽ പോലീസ് എന്ന സംവിധാനം തന്നെ ഇല്ല. പട്ടാളം മാത്രമേ ഉള്ളൂ. കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. മുഅ്മിനിന്റെ പോലീസ് അവന്റെ ഈമാനാണ്. അവന്റെ രഹസ്യം പരസ്യം പോലെയാണ്. അവന്റെ രാവ് പകല് പോലെയാണ്. അവന്റെ ഏകാന്ത ജീവിതം പരസ്യ ജീവിതം പോലെയാണ്. ആ വിധത്തിലേക്ക് ഉയരാൻ ഈമാനിനെ ശക്തിപ്പെടുത്തുകയല്ലാതെ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. സർവശക്തനായ അല്ലാഹു അവന്റെ മതാടിസ്ഥാനത്തിൽ, മതത്തിന്റെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ, മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ പോകാതിരുന്നതാണ്. അപ്പുറം ഇപ്പുറമായിട്ട് പല വിഷയങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്നെ പ്രയാസം വേണ്ടാന്ന് കരുതിയിട്ട് വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നതാണ്. ഇതിനെ പരലോകവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കേണ്ടതാണ്. അത് ഇന്നലെ പറഞ്ഞു പോയതുകൊണ്ട് തൗഹീദുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. ആ വിഷയം ഇനി വരുന്നതുകൊണ്ടും അപ്പുറത്തേക്കും പോയിട്ടില്ല. പക്ഷെ അതും കൂടി ആകുമ്പോഴാണ് ഇതിന്റെ പൂർണ്ണത കിട്ടുക. സഹോദരങ്ങളെ, ഒറ്റ വാക്യം, അള്ളാഹുവിന് പരലോകത്തിലുമുള്ള ദൃഢവിശ്വാസം കൊണ്ടല്ലാതെ, അള്ളാഹു അവന്റെ പ്രവാചകന്മാരിലൂടെ മാനവ സമൂഹത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി എന്ത് വിദ്യയാണ് ഉപയോഗപ്പെടുത്തിയത്? ആ ഈമാനികമായ കരുപ്പിടിപ്പിക്കൽ കൊണ്ടല്ലാതെ,
മനുഷ്യ ഹൃദയങ്ങളെ ഈമാൻ കൊണ്ട് ദീപ്തമാക്കുന്നത് കൊണ്ടല്ലാതെ മനുഷ്യ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കുക സാധ്യമല്ല. മനുഷ്യ മനസ്സുകളിൽ മാറ്റം വരാതെ മനുഷ്യനിൽ മാറ്റമുണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ വിശ്വാസ ദൃഢതയിലേക്കും അതിനനുസൃതമായ പശ്ചാത്തലങ്ങളിലേക്കും നമ്മൾ ഉയർന്ന് ചിന്തിക്കണമെന്ന്, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തോട് നാട്ടുകാരായ ആളുകൾ സഹകരിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ അല്ലാഹു ഈ പ്രതികൂലമായ സാഹചര്യം, ലോകം മുഴുവൻ അസാൻമാർഗികതയുടെ അഴുക്കുചാലിലൂടെ അതിശക്തമായി ഒഴുകുന്ന സന്ദർഭത്തിൽ അഴുക്കുചാലുകളിൽ അകപ്പെട്ടു പോകാതെ ധർമ്മത്തെയും മൂല്യത്തെയും, സ്വർഗത്തെയും നരകത്തെയും മുന്നിൽ കണ്ട് ധർമ്മത്തെയും മൂല്യത്തെയും കാത്തു സൂക്ഷിക്കുന്ന, രാവും പകല് പോലെ ആക്കി മാറ്റുന്ന, രഹസ്യവും പരസ്യം പോലെ ആക്കി മാറ്റുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, വിശ്വാസികളിൽ ഭാഗ്യവാന്മാരെ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിനോടും അവന്റെ ദീനിനോടും പ്രതിബദ്ധതയും താല്പര്യവും സൗന്ദര്യവും അല്ലാഹു തആല നമുക്ക് വിട്ടു നൽകുമാറാവട്ടെ. ഈ പ്രതികൂലമായ സാഹചര്യത്തിലും അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള ആരോഗ്യവും സന്മനസ്സും അനുകൂല സാഹചര്യവും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കർമ്മങ്ങൾ സ്വാലിഹായ അമലായി നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, നമ്മുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവർക്കെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും അവരുടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. الحمد لله رب العالمين. السلام عليكم ورحمة الله.